എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു ക്ലാസ് തുടങ്ങുകയാണ്. അടുത്ത ക്ലാസ്. അപ്പോൾ ഇവിടെ നമുക്ക് വായിക്കാനുള്ളത് 4-ാമത്തെ സ്കന്ധത്തിലത്തെ അധ്യായം 13 നമുക്ക് വായിക്കാനുള്ളത്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ത്രയോദശോऽധ്യായഃ. സൂതോവാച നിശമ്യ കൗശാരവിനോപവർണിതം ധ്രുവസ്യ വൈകുണ്ഠപദാതിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യദോക്ഷജേ പ്രഷ്ടും പുനസ്തം വിദുരപ്രചക്രമേ. വിദുരോവാചാം കേദേം പ്രചേദസോ നാമാം കസ്യാഭത്യാനി സുവ്രതകാം കസ്യാന്യുവായേം പ്രഖ്യാതാം കുത്രവാം സത്രമാസദകാം മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം യേന പ്രോക്തക്രിയായോഗ പരിചര്യാവിധിർഹരേ സ്വധർമ്മശീലൈ പുരുഷേർ ഭഗവാൻ യജ്ഞപൂരുഷഃ യുജ്യമാനോ ഭക്തിമതാം നാരദേനേരിദഖിലഹാം യാസ്താം ദേവർഷിനാം തത്ര വർണ്ണിതാം ഭഗവത്കഥാഹാം മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കാർത്യന്യേനാജഷ്ടുമർഹസി. മൈത്രേയോവാച ധ്രുവസ്യ ചോൽക്കലപുത്രാം പിതരി പ്രസ്ഥിതേവനം സാർവഭൗമശ്രിയം നൈച ദധീരാജാസനം വിദും സജന്മനോപശാന്താത്മാം നിസ്സംഗസമദർശനകാം ദദർശലോകേ വിദദ ആത്മാനം ലോകമാത്മനി ആത്മാനം ബ്രഹ്മനിർവാണം വ്യത്യസ്തമിത വിഗ്രഹം അവബോധരസൈകാത്മ്യാമാനന്ദമനുസന്ധതം അവ്യവച്ഛിന്നയോഗാഗ്നിം ദഗ്ധകർമ്മമലാശയഃ സ്വരൂപമവരുദ്ധാനോ ആത്മന്യോന്യം ദദൈക്ഷതകാം ജഡാന്തബധിരോന്മത്ത മൂകാകൃതിരതന്മതീം ലക്ഷിതപ്രതിബാലാനാം പ്രശാന്താർച്ചിരിവാനലഃ മത്വാദം ജഡമുന്മത്തം കുലവൃദ്ധാം സമന്ത്രിണഃ വത്സരം ഭൂപതിം ചക്രൂരവീയാംസം ഭ്രമേസുതം സ്വർവീതിർവത്സരസ്യേഷ്ടാം ഭാര്യാം സൂതഷടാത്മജാൻ പുഷ്പാർണം ദിഗ്മഗേതും ജാമിഷ്ടമൂർജം വസും ജയം പുഷ്പാർണസ്യ പ്രഭാഭാര്യാം ദോഷാജദ്വേ ബഭൂവതോം പ്രാതർമധ്യന്ദിനം സായ ഇതിഹാസൻ പ്രഭാസുതാഹാം പ്രദോഷോ നിശിതോ വ്യുഷ്ട ഇതി ദോഷാസുതാസ്ത്രയഃ വ്യുഷ്ടസുതം പുഷ്കരണ്യാം സർവതേജസമാദദേം സചക്ഷുസുതമാകൃത്യാം പത്ന്യാം മനുമവാഭഗ മനോരസൂതമഹിഷീം വിരജാന്നഡ്വലാസുതാൻ പുരും ഗുൽസംധൃതം ദ്യുമ്നം സത്യവന്തമൃതം വ്രതം അഗ്നിഷ്ടോട്ടമധീരാത്രം പ്രത്യുമ്നം ശിവിമുൽമുഖം ഉൽമുഖോ ജനയത് പുത്രാൻ പുഷ്കരണ്യാം ഷഡുത്തമാൻ അംഗം സുമനസം ഖ്യാതീം ക്രതുമംഗിരസം യയം സുനീതാംഗസ്യ യാ പത്നീം സുഷുവേവേനമുൽബണം യദ്ദൗശീല്യാൽ സരാജർഷീർ നിർവിർണോ നിരഗാത് പുരാത് യമംഗശേഭും കുപിതാം വാഗ്വാജ്രാമുനയാഖിലാം ഗദാസോസ്തസ്യ ഭൂയസ്തേ മമ ദുർദക്ഷിണം കരം അരാജകേ തഥാ ലോകേ ദസ്യുഭിപീഡിതാം പ്രജാം ജാതോ നാരായണാം ശേന പൃഥുരാധ്യക്ഷിതീശ്വരഃ. വിദ്രോവാചാം തസ്യ ശീലനിധേ സാധോർ ബ്രഹ്മണ്യസ്യ മഹാത്മനഃ രാജ്ഞ കഥമബോധുഷ്ടാം പ്രജായദ്യന്മനായയോ കിം വാഹോം വേന ഉദ്ദിശ്യാം ബ്രഹ്മദണ്ഡമയൂയുജൻ ദണ്ഡവ്രതധരേ രാജ്ഞി മുനയോ കർമ്മ കോവിതാഹാം നവദ്യേയ പ്രജാബാല പ്രജാഭിരഗവാനഭീം യദസോ ലോകപാലാനാം വിവർത്യോജസ്വജേജസാഹാം. ഏതദാഖ്യാഹി മേ ബ്രഹ്മൻ സുനീതാത്മജേഷ്ഠിതം ശ്രദ്ധദാനായ ഭക്തായ ത്വം പരാവരവിത്തമഃ. ഓം തത്സത്. ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥം നോക്കാം. അപ്പോൾ നമ്മളെവിടെയാണ് നിർത്തിയത്? ധ്രുവന് ആത്മജ്ഞാനം കിട്ടി, അമരത്വം കിട്ടി,
വൈകുണ്ഠപദം കിട്ടി എന്നൊക്കെ പറയുന്നത് അല്ലേ. എന്താണ് ഇതൊക്കെ? വൈകുണ്ഠപ്രാപ്തി. ഇതൊക്കെ നമ്മൾക്ക് കിട്ടി. എങ്ങനെ കിട്ടി? അതൊക്കെ ആ ധനം എന്ന് പറയുന്നത് നമ്മൾ ഈ ആത്മജ്ഞാനം അല്ലെങ്കിൽ വൈകുണ്ഠപ്രാപ്തി അല്ലെങ്കിൽ മോക്ഷം, എന്താണ് ഇതൊക്കെ പറയുന്നത്? ഇതിനെയൊക്കെ പറയുന്നത് ഒരു ധനം തന്നെയാണ്. നമ്മൾ കുറേശ്ശെ ആയിട്ട് നേടുന്ന ഒരു ധനം, ആത്മീയമായ ധനം. ആ ധനം എങ്ങനെയുള്ളതാണ്? നാശമില്ലാത്തതും നമുക്ക് അടുത്ത ജന്മങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതുമാണ്. ഏറ്റവും വലിയ ധനം എന്താണെന്ന് ചോദിച്ചാൽ ആത്മീയത തന്നെയാണ് ഏറ്റവും വലിയ ധനം. അതായത് ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഏതൊന്നറിഞ്ഞാൽ പിന്നൊന്നും അറിയേണ്ടതില്ലയോ എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് അല്ലേ. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും, ഐശ്വര്യങ്ങളും നമ്മുടെ കൂടെ വരുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ലെവലിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടും ആത്മീയപരമായ ഉന്നതി കിട്ടിയ വിദ്യാഭ്യാസം ഉയരും. അതുപോലെ തന്നെ നമ്മുടെ ധനം എല്ലാം നമ്മൾ ഭഗവാനെ ആണ് പ്രാപിക്കുന്നത് അല്ലേ. ഭഗവാനെ നമ്മളിപ്പോ ധനം കിട്ടാൻ വേണ്ടി പലതരത്തിലുള്ള പൂജകൾ, ലക്ഷ്മി ദേവിയെ പൂജിക്കുക എന്ന് പറയും നമ്മൾ. അതിനേക്കാളൊക്കെ ഉപരി ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭഗവാനെ മാത്രം മതി. നമ്മൾ ഭക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പഠിച്ചതാണ് ആ കാര്യം അല്ലേ. ഭക്തിഭാവങ്ങളിൽ ഇതൊക്കെ കാര്യസാധ്യ ഭക്തി, പിന്നെന്താണ് കാര്യസാധ്യ ഭക്തി ഉണ്ട്, പിന്നെ താമസിക ഭക്തി, അതുപോലെ രജോ ഗുണത്തില് താമസിക ഭക്തി എന്ന് പറയുന്നത് വേറെ തരത്തിലുള്ള ഭക്തിയാണ്. അതൊരിക്കലും നമ്മൾ പറയാനും പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കില്ലേ, അതിനെയാണ് താമസ ഭക്തി. അത് നമ്മൾ ചിന്തിക്കേണ്ട. പിന്നെ കാര്യസാധ്യ ഭക്തിയാണ് രജോ ഗുണ ഭക്തി എന്ന് പറയും. അത് ഓക്കെ, നമ്മൾ ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കും. പിന്നെ അടുത്ത ഭക്തിയുടെ സ്റ്റെപ്പ് ഏതാണ്? കാര്യസാധ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യമൊന്നും സാധിക്കേണ്ട, ഭഗവാനെ മാത്രം മതി എന്നുള്ള. പിന്നെ അതിന് അപ്പുറത്തേക്ക് പോകും, നിർഗുണമായ ഭക്തി എന്ന് പറയും. അതിന് ഒന്നുമില്ലാത്തൊരവസ്ഥ, എല്ലാം ഈശ്വരനാണ്, നമ്മൾക്ക് ഒന്നും കാര്യങ്ങൾ സാധിക്കാനുണ്ടാവില്ല അത്രേ. അങ്ങനെ ഒരവസ്ഥ, നമ്മൾക്ക് ഭഗവാനോട് ഒന്നും ചോദിക്കാനുണ്ടാവില്ല. ഭഗവാനെ ദർശിച്ച പല മഹാത്മാക്കളുടെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അവർക്കൊക്കെ ഭഗവാനെ ദർശിച്ചപ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ, ആ അവസ്ഥയാണ് ഏറ്റവും നല്ലത്. അതായത് ഒരു നിഷ്കാമ ഭക്തി എന്ന് പറയും. നിഷ്കാമ ഭക്തിയിലൂടെ നമുക്ക് ഭഗവാനെയാണ് കിട്ടുന്നത്. ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഭഗവാന്റെ അടുത്തേക്കാണ് ആരോടി വരുന്നത്? ലക്ഷ്മി ഭഗവതി ആരുടെ കൂടെയുള്ളത്? ഭഗവാന്റെ കൂടെയുള്ളത് അല്ലേ. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ കൂടെയാണുള്ളത്. അപ്പോൾ ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കിട്ടേണ്ടതായിട്ട് ബാക്കിയുണ്ടാകും. അപ്പം അവിടേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആത്മജ്ഞാനം എന്ന ധനത്തിന് നാശമില്ല എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. നമ്മളുടെ എത്ര ബാങ്കിൽ എത്ര ധനമുണ്ടെങ്കിലും നോക്കൂ, ആ ധനമൊക്കെ നമ്മൾക്ക് ഒരു ഓർമ്മത്തെറ്റ് വന്നു എന്ന് വിചാരിക്കുക. ഇന്നൊക്കെ കുറച്ച് സർവ്വസാധാരണമായി വരുന്നുണ്ട് ഈ ഓർമ്മത്തെറ്റ് വരുന്ന അസുഖം വരില്ലേ, എന്താണ് ആൽസിമിയേഴ്സ് എന്ന് പറഞ്ഞത് അല്ലേ. ആ അസുഖം ഇപ്പൊ കൂടിക്കൂടി വരികയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടെൻഷൻ കൂടുതലായിട്ടാണ്. മുമ്പൊക്കെ ഉള്ളവർക്കൊന്നും അത്രയ്ക്ക് ആ അസുഖം വന്ന് കണ്ടിട്ടില്ല. വളരെ വിരളമായിട്ടേ അതൊക്കെ അന്ന് കേട്ടിട്ടുള്ളൂ. അതും വളരെ വയസ്സാവുമ്പോൾ ആൾക്കാർക്ക് ഓർമ്മയില്ലാണ്ടാവുന്ന അവസ്ഥ അല്ലേ, അങ്ങനെ ആവുന്നതേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, ചെറുപ്പത്തിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് ആ അസുഖം വരികയാണ്. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആത്മീയമായ കാര്യങ്ങളിലേക്ക് ഇന്നും ചെയ്യുന്നില്ല. അപ്പൊ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മുമ്പ് ഉണ്ടായിരുന്നു. മുമ്പ് എൻ്റെ മുത്തശ്ശിയുടെ കാലത്തൊക്കെ നോക്കിയാൽ അവർക്ക് പകുതി സമയം ഇതിനേ സമയം ഉണ്ടായിരുന്നു. കാരണം അവര് രാവിലെ എഴുന്നേറ്റാല് കുളിക്കലും അമ്പലത്തിൽ പോക്കും ഒന്നും ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്തുപോലെ ഉണ്ടായിരുന്നത്? അയ്യോ, ഒരു ദിവസം അസുഖം പിടിച്ച പോലെയൊക്കെയാണ് തോന്നുന്നത്. അപ്പൊ പനിയൊക്കെ വന്നാൽ, അസുഖം പിടിച്ചാലല്ലേ രാവിലെ മുത്തശ്ശിയൊക്കെ കുളിക്കാതിരിക്കുന്നത് കണ്ടിട്ടുള്ളൂ. ഒരു ദിവസമെങ്ങാനും മുത്തശ്ശി കുളിക്കാതിരിക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ ഉടനെ പറയൂ എനിക്ക് കുളിക്കാതെ പറ്റില്ല, വേഗം കുളത്തിൽ പോയി കുളിച്ചു, അമ്പലത്തിൽ പോയി തൊഴുതു. പിന്നെ രാമായണ മാസമൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും എന്ത് മുടക്കം എന്ത് കാര്യം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഭാഗവതം വായിക്കുക, അതുപോലെ രാമായണം വായിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ വീട്ടിൽ സ്വയം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഒരു സപ്താഹം കേൾക്കണമെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകണം. അന്നൊക്കെ കൂടുതലും വീടിൽ തന്നെ ഭാഗവത പാരായണം എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും തന്നെയാണ് ഭാഗവത പാരായണം ചെയ്തിട്ട് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിന്റെ ഉന്നതിക്ക് വേണ്ടി ഒന്നും നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിന്റെ ഉന്നതി ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് മനസ്സുമായി ബന്ധപ്പെട്ടാണ് എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. നമ്മൾ ശരീരത്തിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ശരീരത്തിൽ രോഗങ്ങൾ വരും അല്ലേ. നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ കോവിഡ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ശരീരത്തിന്റെ ശുദ്ധി നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ ആ കാലത്ത്. അത് തന്നെയാണ് ശരീരത്തിന്റെ ശുദ്ധി, അത് എപ്പോഴും പാലിക്കണം എന്നാണ് പറയുന്നത്.
അത് കോവിഡ് വരുമ്പോൾ മാത്രം പാലിക്കാനുള്ളതല്ല. എല്ലായ്പ്പോഴും അത് പാലിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാൻ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്ക് മനസ്സിനെയോ അതും നോക്കേണ്ടതല്ലേ. അപ്പോൾ ആദ്യമേ നമ്മുടെ ഋഷീശ്വരന്മാർ, നമ്മുടെ പണ്ടുള്ളവരൊക്കെ എന്തിനാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമ്മൾക്ക് സന്തോഷകരമായ ജീവിതം കിട്ടുള്ളൂ, സന്തോഷത്തോടെ മരിക്കാനും പറ്റുള്ളൂ. മുമ്പൊക്കെ ആ മരണസമയത്ത് മുത്തശ്ശിയുടെയൊക്കെ കാലത്ത് അവർക്ക് തന്നെ അറിയാം ഇനി എനിക്ക് മരണമാണ് എന്നുള്ളത്. അത് ആ ഒരു റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവർ വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. ഭഗവാന്റെ ഭജന മാത്രം, നാമം മാത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആഹാരം എന്തെങ്കിലും കഴിക്കും, അത് കഴിഞ്ഞ് നാമം, ബാക്കി സമയമൊക്കെ നാമം ജപിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ അന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥയായതുകൊണ്ട് ഇന്നത്തെ മാതിരിയൊന്നുമല്ല, അവരൊക്കെ സുഖമായി മരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവരെ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, എല്ലാം ഉണ്ടാവും. അങ്ങനെ അവർ സന്തോഷമായിട്ട് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അങ്ങനെയൊന്നും പറ്റാതാവുന്നത്, ഇന്നൊക്കെ എല്ലാവരും ചെറിയ അസുഖം വരുമ്പോഴേക്കും ICUലൊക്കെ പോയി കിടക്കേണ്ടിയൊക്കെ വരുന്നതിൻ്റെ കാരണം എന്താണ്? ഇന്നിപ്പോൾ നോക്കൂ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പത്തിലേ അസുഖങ്ങൾ വരികയാണ്. ഇതെന്താ കാരണം? നമ്മുടെ ആഹാര രീതിയിൽ വന്ന മാറ്റം, അതുപോലെ വ്യായാമമില്ലായ്മ, അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതൊന്നും നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, അതൊക്കെ നിർത്താൻ നമുക്ക് പറ്റില്ല. നമ്മളെപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ അവിടേക്ക് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ആ മനസ്സിൻ്റെ ഉന്നതിക്ക് വേണ്ടിയുള്ളത് ചെയ്താൽ ഒരു ധനമാണ് നമ്മൾ ആർജിക്കുന്നത്. ആ ധനം നമുക്ക് മാത്രമല്ല ഉപയോഗപ്പെടുക, നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് ഉപയോഗപ്പെടും. പിന്നെന്താന്ന് പറഞ്ഞിരിക്കുന്നത്, മുമ്പേ ഉള്ളവർക്ക്, നമ്മൾ ഈ ഭാഗവതം വായിച്ചാൽ മുമ്പുള്ളവർ മരിച്ചുപോയവർക്ക്, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മളിപ്പോൾ നടുവിലാണ്, നമ്മളുടെ ഇനി സന്തതി പരമ്പര വരാനുണ്ട്, അവർക്കും ഇത് ഗുണം ചെയ്യും, ഇനി ഇതിനു മുമ്പുള്ളവർക്കും ഗുണം ചെയ്യും. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കഥ. അതായത് ഒരു ധ്രുവന്റെ തന്നെ ഒരു പരമ്പര വെച്ചാൽ മക്കളുടെ മക്കള്, അതിൻ്റെ മക്കള്, അങ്ങനെ ധ്രുവന്റെ വരികയാണല്ലോ. ധ്രുവൻ ഇപ്പോൾ തൻ്റെ ശരീരം ഉപേക്ഷിച്ചു, ധ്രുവൻ പോയി, അവിടെ എത്തി, ഭഗവാന്റെ അടുത്തെത്തി. ഇനി മക്കൾക്കാണ് രാജ്യഭാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആ പരമ്പര നല്ലതായിരുന്നു. പിന്നെ അടുത്ത പരമ്പര, അപ്പോൾ ഈ പ്രഹ്ലാദന് വരം കൊടുക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു, നിന്റെ 18 തലമുറയ്ക്കും ഞാൻ വരം തന്നിരിക്കുന്നു, അവരെ ഒന്നും ആർക്കും ഉപദ്രവിക്കാൻ പറ്റില്ല, അവർക്കൊക്കെ നല്ലത് വരും. നമ്മളിതൊക്കെ ചെയ്താൽ, നമ്മൾ മക്കൾക്ക് വേണ്ടി കുറേ ധനം സമ്പാദിച്ച് വെക്കാറില്ലേ, നമ്മൾ കുറച്ച് ഉപയോഗിക്കും, കുറച്ച് എന്ത് ചെയ്യും, മക്കൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തു വെക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ധനം സമ്പാദിച്ച് വെക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് ആത്മീയമായ ധനം കൂടി അവർക്ക് വേണ്ടി സമ്പാദിച്ച് വെച്ചാലേ അത് ഉപയോഗപ്രദമാവുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇനി വരുന്ന കഥയിലൊക്കെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ആത്മീയമായ ധനം നമ്മൾ കുറച്ച് മക്കൾക്ക് വേണ്ടി, അപ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും ഇത് ഡെപ്പോസിറ്റ് ആക്കി വെക്കാൻ പറ്റും, മുമ്പേത്തെ തലമുറയ്ക്കും വേണ്ടിയും ഇത് ഉപകാരപ്രദമാവും. മുമ്പ് ആരെങ്കിലുമൊക്കെ മോക്ഷം കിട്ടാത്തവരുണ്ടായിരുന്നെങ്കിൽ അവർക്കും നല്ലതാവും. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് എന്താ, എല്ലാ തരത്തിലും ഇതൊരു നല്ല കാര്യമാണ്. പിന്നെ നമ്മളിതിന് പൈസയും ചിലവാക്കണോ? വേണ്ടല്ലോ. ഈ ധനം നമുക്ക് നേടാനും പൈസ വേണ്ട, ഈ ധനം നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, നഷ്ടമായി പോകുമില്ല. കാരണം അതിനെ ആർക്കും നശിപ്പിച്ച് കളയാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ അർജുനനോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ചെങ്കിലും അല്ലേ, നമ്മളിപ്പോൾ ഈ കൃഷിയൊക്കെ ആണെങ്കിൽ നമ്മൾ അത് നോക്കി പകുതി എത്തിയിട്ട് നമ്മൾ വിട്ടാൽ അത് നശിച്ചു പോകും. അതുപോലെ നമ്മളൊരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മൾ പകുതി മരുന്ന് കഴിച്ച് വിട്ടാൽ അതിന് ഗുണമില്ലാണ്ടാവും, ഇപ്പോൾ വിപരീത ഫലം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അർജുനനോട് പറയണത്, ഈ ആത്മീയമായ പ്രവൃത്തി മാത്രം നമ്മൾ കുറച്ച് ചെയ്താലും മതി, അത് അവിടേക്ക് ഡെപ്പോസിറ്റ് ആവും. നമ്മളിപ്പോൾ ഒരു 10 രൂപ ബാങ്കിലിട്ടു, അത് തന്നെ പെരുകി വരില്ലേ, അതുപോലെയാണ് നമ്മൾ ബാങ്കിലിട്ട പൈസ എങ്ങനെ പെരുകി വരുന്നു, അതുപോലെയാണ് നമ്മൾ ഈ ആത്മീയമായ ധനം എത്ര സമ്പാദിച്ചു വെച്ചാലും അതെന്തായി വരും, പെരുകി വരും. അപ്പം നമ്മളിപ്പോൾ ഭഗവാന്റെ ഞാൻ നിങ്ങൾക്ക് ഭാഗവതം പറഞ്ഞു തരുന്നു എങ്കിൽ ആ ഒരു പുണ്യം, അതിൻ്റെ ഒരു പുണ്യത്തിൻ്റെ ഒരു ഡെപ്പോസിറ്റായിട്ട് ഭഗവാൻ അതെനിക്ക് എടുത്തു വെക്കും. അപ്പം അതാണ് നമുക്ക് എവിടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നമുക്ക് അടുത്ത ജന്മത്തിലേക്കും മുൻ ജന്മങ്ങളിലുള്ളവർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ആത്മജ്ഞാനം എന്ന ധനത്തിന് നാശമില്ല എന്നുള്ളതിനുള്ള എല്ലാ ഉദാഹരണങ്ങളും നമ്മൾ നിറയെ കണ്ടു. അതായത് നമ്മൾ ഈ നാമം ജപം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ, ദേവാഹൂതി അമ്മയുടെ, അതുപോലെ ധ്രുവന്റെ നമ്മളിപ്പോൾ പറഞ്ഞു, ധ്രുവനും ധ്രുവന്റെ അമ്മയ്ക്കും എല്ലാം
ഗുണമായി. അപ്പൊ ധ്രുവന്റെ മക്കളും അതുപോലെ തന്നെയല്ലേ വരേണ്ടത്. അപ്പൊ അങ്ങനെ കുറേ തലമുറ നല്ലതായിട്ട് വന്നു എന്നാ പറയുന്നത്. അങ്ങനെ കുറേ തലമുറ നല്ലതായി വന്നു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് ചിലരതൊന്നും ചെയ്യാതെ വിട്ടുപോയി. അങ്ങനെ വിട്ടുപോയപ്പോ എന്താ സംഭവിക്കുക? അങ്ങനെ വിട്ടുപോയപ്പോ അവർക്ക് ഇതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ എന്തായി? ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച പോലെയായി. നമ്മൾ പറയില്ലേ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന 2 പാളങ്ങളുണ്ട്. അതിലൂടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഒരു പാളത്തിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയാലും ട്രെയിനിന് പിന്നെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ട്രെയിൻ മറിയുകയൊക്കെ ചെയ്യും. അപ്പൊ അതുപോലെയാണ് നമ്മുടെ കാര്യങ്ങളും. നമ്മുടെ ഭൗതികമായ ഒരു പാത നന്നായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. കാരണം നമ്മൾ ധനം സമ്പാദിക്കണം, ആവശ്യത്തിന് ധനം സമ്പാദിക്കണം. എങ്ങനെ സമ്പാദിക്കണം? ധർമ്മമാർഗത്തിലൂടെ എന്നാ പറഞ്ഞത്. ധർമ്മമാർഗത്തിലൂടെ മാത്രം പണം സമ്പാദിച്ചാലേ അത് ആർക്ക് ഇരിക്കുള്ളൂ? അടുത്ത ജന്മത്തിലേക്ക് അത് അവർക്ക് ഉപയോഗിക്കാം, അടുത്ത തലമുറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അധർമ്മത്തിലൂടെ പണം സമ്പാദിച്ചാൽ എന്താവും? അത് ഒരു പൈസ ആയാലും ഒരു പൈസ നമ്മൾ അധർമ്മത്തിലൂടെ നേടിയെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിൽ നിന്ന് പോകും. അസുഖങ്ങൾ വന്നിട്ട് പോകാം. നമ്മൾ മരിക്കുന്നതിന് മുമ്പായിട്ട് അതല്ലെങ്കിൽ ആശുപത്രിയിൽ കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും വഴിക്ക് അത് പോകും. നന്നായി ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ആരും അത് മനസ്സിലാക്കാത്തത്. അപ്പൊ അങ്ങനെ നമ്മൾ ധർമ്മരീതിയിലൂടെ നമ്മൾ ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, നമ്മൾ ശമ്പളം വാങ്ങുന്നു. അതായത് നമ്മൾ എന്തായാലും ബിസിനസ് ചെയ്തിട്ടോ എങ്ങനെയായാലും നമ്മൾ ധനം സമ്പാദിക്കുന്നു. ആ ധനം നമ്മൾ ശേഖരിച്ചു വെക്കുന്നു. ആ ധനം ശരിക്ക് പോണെങ്കിൽ ഇപ്പൊ ഈ ട്രെയിനിന്റെ 2 പാളം പോലെ ആത്മീയമായ പാത കൂടി നമ്മുടെ നന്നായി വരണം. അതായത് നമ്മൾ ആത്മീയ കാര്യങ്ങൾ കൂടി കറക്റ്റായിട്ട് ചെയ്യണം. അപ്പൊ ഇതൊക്കെ നമ്മളെ ധർമ്മത്തിലേക്ക് ആക്കുന്നതാണ്. ഭഗവാന് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യണം എന്ന് ഭഗവത്ഗീതയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ? കർമ്മഫലം നമ്മൾ ഇച്ഛിക്കരുത്, അത് ഭഗവാൻ തരുന്നതാണെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഒരു കർമ്മത്തിന്റെ ഫലം ഭഗവാനാണ് തരുന്നത്. അതെങ്ങനെ? ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മളൊരു കർമ്മം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് മോശമാക്കാൻ നമുക്ക് പറ്റില്ല അല്ലേ? നമ്മളിപ്പോൾ ഒരു ആഹാരം പാകം ചെയ്യുകയാണെങ്കിൽ ഭഗവാന് പൂജിക്കാനുള്ളതാണെങ്കിൽ നമുക്ക് വളരെ അലർട്ടായിരിക്കും നമ്മൾ അല്ലേ? അയ്യോ ഇത് പൂജയ്ക്കുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ കുളിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ, നമ്മളത് ശുദ്ധിയായിട്ട് വേണം ഉണ്ടാക്കാൻ, ആരും തൊടാൻ പാടില്ല, ആരും അടുത്ത് വരാൻ പാടില്ല. അങ്ങനെ നമ്മൾ വളരെ ശുദ്ധമായി വളരെ നന്നായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ഭഗവാന് പൂജിക്കും അല്ലേ? അപ്പൊ എന്തായി? അല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിക്കില്ല. അതുപോലെയാണ് ഇത്. നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. എല്ലാ കർമ്മങ്ങളും നമ്മൾ ഭഗവാന് പൂജിക്കുന്ന പോലെ തന്നെ ചെയ്യണം. ഭഗവാന് പൂജിക്കാൻ എങ്ങനെ നമ്മൾ പ്രസാദം ഉണ്ടാക്കണോ അതേപോലെ തന്നെ നമ്മൾ ആഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കണം. എല്ലാം ഭഗവാന് വേണ്ടിയാണെന്ന്. എവിടെയുള്ള ഭഗവാൻ? നമ്മുടെ ഉള്ളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് ഭഗവാൻ. അതാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ ആ ഒരു ഈശ്വര ചൈതന്യമാണ് നമ്മളിൽ ഉള്ളത്. അത് തന്നെയാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ, അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഭഗവത്ഗീത ഇങ്ങനെ ആത്മീയമായ പഠനങ്ങൾ വേണം, ധ്യാനം വേണം, ജപം വേണം, നാമജപം വേണം, അമ്പലത്തിലേക്ക് പോവുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആത്മീയമായ കാര്യങ്ങളെല്ലാം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അധർമ്മ ചിന്ത നമ്മളിൽ വരില്ല. അപ്പൊ നമ്മൾ ധർമ്മചിന്തകളിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമ്പാദിച്ച ധനത്തിന് മോശം വരില്ല. അതുപോലെ തന്നെ ആത്മീയത ഉണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് നശിക്കാതിരിക്കും. നമ്മുടെ സമ്പത്തുകൾ നശിക്കാതെ നമ്മൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ മരിച്ചുപോയി നമ്മുടെ അടുത്ത തലമുറയ്ക്കും ആ സമ്പത്ത് ഉപകരിക്കും. അപ്പൊ എന്ത് വേണം? ഈ ആത്മീയമായ അറിവ് കൂടി നമ്മൾ അടുത്ത തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കണം എന്ന് പറയണം. നമ്മൾ മാത്രം ഉപയോഗിച്ചാൽ പോരാ, അത് അടുത്ത തലമുറയ്ക്ക് കൂടി നമ്മൾ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കണം. എല്ലാവരും അത് ചെയ്യണം എന്ന് പറയണം. നമ്മളിതൊക്കെ കേട്ട് പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക കൂടി ചെയ്യണം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കഥകൾ പറയുന്നവന് ഞാൻ എൻ്റെ ആത്മാവ് നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതും കൂടെ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു ധ്രുവന്റെ കുറേ തലമുറ നല്ലതായി വന്നു. ഒരു തലമുറയിൽ ഒരു രാജാവിനും ഭാര്യയ്ക്കും മക്കളില്ലാതായി. അങ്ങനെ മക്കളില്ലാതായപ്പോൾ അവര് പുത്രകാമേഷ്ടി നടത്താം, അങ്ങനെ പൂജകളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ എന്താ പറഞ്ഞത്? കുറച്ച് മുജ്ജന്മ കർമ്മഫലങ്ങളുണ്ട്. നമ്മൾക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത് തന്നെ മുജ്ജന്മ കർമ്മഫലമായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ മുജ്ജന്മ കർമ്മഫലത്തിന്റെ കാരണത്താൽ അവർക്ക് എന്തായില്ല? നല്ല കുട്ടികൾ ഉണ്ടായില്ല. പിന്നെ അവർക്ക് ആദ്യം തന്നെ കുട്ടികൾ തന്നെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജ്യോതിഷന്റെ അടുത്ത് പോയി നോക്കിക്കും. അതുപോലെ അന്ന് ഋഷീശ്വരന്മാരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് രാജാവിന് കുട്ടികളില്ലാണ്ടായാലും എന്താണ് പ്രശ്നമാവുക? രാജ്യത്തിന് രാജാവ് ഇല്ലാണ്ടാവും. അന്നൊക്കെ അങ്ങനെയാണ്, രാജാവ് മരിച്ചാൽ മകൻ രാജാവാകും. അപ്പൊ മകനില്ലെങ്കിൽ ആ രാജ്യം എന്തായി പോകും? രാജാവില്ലാത്ത അവസ്ഥയാവും. അപ്പൊ അതുകൊണ്ട്
രാജാവിന് മകൻ വേണം. അപ്പം അതിനെന്ത് വേണം ചെയ്യണം എന്ന് വിചാരിച്ച് പിന്നെ കുറേ പൂജകളൊക്കെ ചെയ്ത് അങ്ങനെ ആ മുജ്ജന്മ കർമ്മഫലം അങ്ങനെ ഇരിക്കെ തന്നെ അവർക്ക് ഒരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടി എന്തായി വരികയാണ്, അത് ശരിയായ രീതിയിലല്ല വന്നത്, ഒരു ദുഷ്ടനായി മാറി. വേനൻ എന്നു പേരുള്ള ഒരു ദുഷ്ടൻ ഈ അപ്പോൾ ധ്രുവന്റെ തലമുറയിലും ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടുണ്ടായി? അപ്പോൾ ഒരാൾ ചെയ്തു വെച്ചതിനെ തുടർച്ചയായി ചെയ്യണം. ചെയ്തില്ലെങ്കിലാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക. ആത്മീയമായ ധനം നമ്മൾ എപ്പോഴും അടുത്ത തലമുറയിലേക്ക് കൂടി സമ്പാദിച്ച് വെക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക, ആത്മീയത ധ്യാനം ചെയ്യുക, ജപം ചെയ്യുക, ഇതൊക്കെ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അങ്ങനെ ഇന്നത്തെ ക്ലാസ്